പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറുവാടുന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ. ഒരു വിഷയം ഓർക്കുമ്പോൾ, ഒരു വ്യക്തിയെ ഓർക്കുമ്പോൾ നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ അത് കർത്താവ് ഈ നിമിഷം ഏറ്റെടുക്കുകയും നിനക്ക് വേണ്ടി ഈശോ വാദിക്കുകയും ചെയ്തുകൊണ്ട് നിന്നെ അവിടുന്ന് സന്തോഷത്തോടെ തിരിച്ചുകൊണ്ടുവരട്ടെ. നിന്റെ സാമ്പത്തിക പ്ലാനുകളെല്ലാം, നിന്റെ പദ്ധതികളെല്ലാം 10 പൈസ നിന്റെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി സ്വരുക്കൂട്ടാൻ വേണ്ടിയുള്ള നടപടികളെ ഈശോയുടെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. കർത്താവെ, കുറേ നാളായി പരിശ്രമിച്ചിട്ടും ഒന്നും നടക്കാതെ ഇപ്പോഴും ഒന്നേം തന്നെ കിടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള എല്ലാ വിഷയത്തിനുമേലും കർത്താവ് ഇന്ന് നീ തീരുമാനം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവരെ, സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവരെ, അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് എതിരാളികളുള്ളവരെ, അത് ബിസിനസ്സാകാം, സ്കൂളാകാം, ആശുപത്രിയാകാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാകാം, എതിരാളി നിങ്ങൾ അകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ അവരുടെ കൈയും കാലം നിർവീര്യമാകട്ടെ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch the fire fingers, soak with the precious blood. Lord, increase His spirit of power and grace. 5:7 എന്താണ്? കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു വാക്കാണ് കരുണ. ആവശ്യമുള്ളിടത്തും എല്ലായിടത്തും കരുണയൊക്കെ ഉപയോഗിച്ച്, അതായത് ദൈവത്തിനും സുവിശേഷം നിരക്കാത്ത ജീവിതം ജീവിക്കുന്ന, മൃഗതുല്യമായ ജീവിതം ജീവിക്കുന്നവരോടൊക്കെ കരുണ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് പാപത്തിന് ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്ത്
ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി പറയുകയാണ്. അപ്പം ഞാൻ അന്ന് പറയുമായിരുന്നു, ഏറ്റവും ഇപ്പം അത് അവരോടൊക്കെ കരുണ കാണിക്കണം, അങ്ങനെയുള്ള ക്രിസ്തുവിനെ അറിയാത്തവരോട് അത് അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിലും ഒരു കരുണയുടെ സുവിശേഷമുണ്ട്. പക്ഷെ അന്ന് ഞങ്ങൾ പറയാമായിരുന്നു, കരുണ കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരുണ എന്താണ്? സഭയ്ക്ക് ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരുണ എന്താണ്? സഭയെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുക. എന്താണ്? ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുക, ലോകത്തിൻ്റെ ആത്മരക്ഷ ഉറപ്പുവരുത്തുക, ലോകത്തിൻ്റെ ആത്മരക്ഷ ഉറപ്പുവരുത്തുക. എന്നുവെച്ചാൽ മിഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ജീവശ്വാസമാണ് സഭയുടെ. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു വാർദ്ധക്യം വായിച്ച സഭയായിട്ട് മാറും. അപ്പൊ ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരുണ എന്താണ്? ക്രിസ്തുവിനെ കൈമാറുകയാണ്. ആ കാര്യം, കരുണ എന്ന മൂല്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന് മുമ്പേ ഉള്ളതാ. അപ്പൊ ഒരു കരുണ, ലോകത്ത് മുഴുവൻ കരുണ ഉണ്ടാകാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? അല്ല, ക്രിസ്തു പോലും ദൈവത്തിന്റെ കരുണയാണ്. എന്തിനെ? ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ബലിദാനമാണ് ക്രിസ്തു. ആ കരുണയാണ്. അപ്പൊ നമ്മുടെ ഒരു ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുമ്പോൾ ചില പീഡനങ്ങൾ ഉണ്ടാകും. ആ വെളിച്ചത്തിൽ വേണം അടിയിലുള്ള വചനം വായിക്കാൻ. മനുഷ്യൻ കരുണ കാണിക്കുമ്പോൾ, ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ലോകത്തോട് കരുണ കാണിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ വചനങ്ങളെ സുവിശേഷ വിഹിതമായ സാക്ഷ്യത്തോട് ജീവിക്കുമ്പോഴേ, സുവിശേഷ വിഹിതമായ വിശ്വാസ കൈമാറ്റത്തിൻ്റെ കരുണ കാണിക്കുമ്പോഴേ മനുഷ്യൻ നിങ്ങളെ അവഹേളിക്കുകയും വ്യാജമായി എല്ലാത്തരം കുറ്റങ്ങളും ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, ആഹ്ലാദിച്ചുല്ലസിക്ക് വേണ്ടി. അപ്പം അവിടെയും വന്ന് നിൽക്കുന്നത് വിശ്വാസ കൈമാറ്റം. കരുണ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കരുണ ക്രിസ്തുവിനെ കൈമാറുന്നതാണ്. ക്രിസ്തുവിനെ കൈമാറിയാലല്ലേ ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തെ സൈഡാക്കുന്ന ഒരു സ്വാഭാവികമായ ഒരു മാനുഷിക പ്രവണതയുണ്ട്. അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പം തന്നെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങാം. ഇതൊന്നും നടക്കാഞ്ഞിട്ടല്ലേ നമ്മൾ നടത്തിക്കാഞ്ഞിട്ടാണ്. ഇതൊന്നും നടക്കാഞ്ഞിട്ടില്ല. ഉടമ്പടിക്ക് പാര വെക്കണം നിങ്ങൾ തന്നെയാണ്. ഇതൊന്നും നടക്കാഞ്ഞിട്ടല്ല, നമ്മൾ നടത്തിക്കാഞ്ഞിട്ടാണ്. അതൊന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം, നല്ലതാണ്. ഇപ്പം ഈ ബേബിക്കറിൻ്റെ വിഷയം എന്താ? അയാൾ പറഞ്ഞു, എടി ഞാനിങ്ങനെ കർത്താവിൻ്റെ കുറച്ച് തരികട പറഞ്ഞുകൊണ്ടാണ് ഇനി ഇപ്പോൾ എത്രയോ പേര് വന്ന് സ്ഥലം നോക്കിപ്പോയി, അവരാരും എടുത്തില്ലല്ലോ. അപ്പം നമുക്കിതൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടായിട്ട് പോലും നടക്കണില്ലല്ലോ. നമുക്ക് പൈസ കൊടുക്കുകയല്ലേ, ആൾക്കാർ നമ്മളെ പിടയ്ക്ക് കൂടി ഞെക്കുകയല്ലേ. അവർ പഠിച്ച് ഞാൻ ഉടമ്പടി എടുക്കാം. അപ്പോൾ അയാൾക്ക് ബോധോദയം വന്ന് സ്റ്റെപ്പ് നോക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് വളരെ ആഘോഷമാണ്. ഞാൻ ഉടമ്പടി എടുക്കാം. പുള്ളിക്കാരൻ വന്നിട്ട് ഉടമ്പടി വൈഫ് പുതുക്കുമ്പോൾ പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 1.5 ഇൻവെസ്റ്റ്മെൻറ്റാണ്. പുള്ളി നാക്ക് നിയന്ത്രിച്ചു. എല്ലാ സമയവും എല്ലാ കാലങ്ങളിലും കർത്താവ്. കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. മനസ്സിലായില്ലേ? വിശുദ്ധി കുറഞ്ഞാൽ ദൈവസാന്നിധ്യം അറിയാണ്ടിരിക്കും. ഇപ്പോൾ ഈ യാക്കോബിൻ്റെ അനുഭവം, ദൈവാനുഭവം തന്നെ ഒന്ന് നോക്കിക്കേ. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്നുണർന്നു. ഉൽപ്പത്തി 18:28 16-17 വായിച്ചോളൂ. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്നുണർന്നു. ഒന്ന് പറഞ്ഞേ. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. അവൻ പറഞ്ഞു തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാൻ അതറിഞ്ഞില്ല. അതാണ് സംഭവം. ദൈവം നിന്റെ വീട്ടിലുണ്ടായാലും ചിലപ്പോൾ അറിയത്തില്ല. അതൊരു അപകടമാണ് ഇതിൻ്റെ അകത്ത്. നീ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം വാക്കുമായിരിക്കുമല്ലോ, അല്ലേ? ഐ വിൽ കം വിത്ത് യു വെയറെവർ യു ഗോ. ഞാൻ നിൻ്റെ കൂടെ വരും എവിടെ ആയാലും. അപ്പോൾ ദൈവം വാക്കുമായിരിക്കുമല്ലോ. പക്ഷേ വി ആർ നോട്ട് നോയിങ് ഇറ്റ്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവൻ അപ്പനെ കറക്കി പുനരടിച്ച് ചട്ടനെ പറ്റിച്ചിട്ട് വന്നിരിക്കണതാണ്, അല്ലേ? അതാണ് സംഭവം. ഇവൻ അപ്പനെ കറക്കി പുനരടിച്ച് അപ്പൻ കണ്ണ് കാണാൻ പാടില്ല ഇരിക്കുകയായിരുന്നു. ആരാണ് അപ്പനാരാ? ഇസഹാക്ക് കണ്ണും കാണാൻ പാടില്ല ഇരിക്കുകയല്ലേ വീട്ടിൽ. 90 വയസ്സുണ്ട്. അപ്പം അദ്ദേഹത്തിന് തോന്നി ദൈവത്തിലേക്ക് തിരിച്ചു പോകേണ്ട സമയമായി. അപ്പോൾ അദ്ദേഹം യേശാവിനെ വിളിച്ച് പറഞ്ഞു, എൻ്റെ മകനെ, അപ്പം എനിക്ക് ദൈവത്തിലേക്ക് പോകാൻ കാലമായി, അതുകൊണ്ട് നീ കാട്ടിൽ പോയി ഒരു നല്ല മൃഗത്തെ പിടിച്ചുകൊണ്ട് എനിക്ക് പാകം ചെയ്ത് വാ, അപ്പമായിട്ട് വാ, ഞാൻ ഭക്ഷിച്ച് സന്തോഷിച്ചിട്ട് നിന്നെ ആശീർവദിക്കാമെന്ന് പറയും. അവൻ പാവപ്പെട്ടവൻ ചാടിപ്പോയി.
പക്ഷേ റബേക്ക അത് കേട്ടു. എന്താ കാര്യം? അവർക്ക് നെപ്പോട്ടിസം ഉണ്ട്, അവർക്ക് പക്ഷപാതം ഉണ്ടായി. ആരോടാണ്? ഇളയവനോട് പക്ഷപാതം വേണോ? അത് നമ്മൾ പക്ഷപാതം പരിശുദ്ധാത്മാവ് വരുന്നതിനുള്ള തടസ്സമുള്ള നിൽക്കുന്ന ഒരു വിഷയമാണ്. നിങ്ങളുടെ പക്ഷപാതം ഉണ്ടാവരുത് എന്ന് കർത്താവിനെ പറഞ്ഞത്. നിങ്ങളിപ്പോൾ ഇളയ മക്കൾ, മൂത്ത മക്കൾ, പെൺമക്കൾ, ആൺമക്കൾ എന്ന് പറഞ്ഞ് പക്ഷപാതം വെക്കത്തില്ലേ? ഗ്രൂപ്പിസം ഉണ്ടാക്കത്തില്ലേ? അപ്പൻ്റെ മക്കൾ എന്ന് പറഞ്ഞ് 2 പേരെ വെക്കും, അമ്മയുടെ മക്കൾ 1 ആൾ വെക്കും. ഇങ്ങനെ വീട്ടിൽ ഗ്രൂപ്പിസം ഉണ്ടാകുന്നുണ്ട്. വീട്ടിലെ പല കാര്യങ്ങളും ഗ്രൂപ്പിസത്തിലാണ് പോകുന്നത്. പക്ഷേ പുറത്തൊന്നും പറയത്തില്ല. എല്ലാവരും ഒരു ചോരയായത് കാരണം ഇങ്ങനെ അഡ്ജസ്റ്റ് പോകുന്നുണ്ടെങ്കിലും ഒരു അടിവലിവ് ഉണ്ടാകുന്ന നോക്കണം. പക്ഷപാതത്തെക്കുറിച്ച് വചനമെടുത്തേ. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിയമാവർത്തനം 16:19. നിയമാവർത്തനം 16:19. നിന്റെ വിധികൾ നീതിവിരുദ്ധമായിരിക്കരുത്. നിന്റെ വിധികൾ നീതിവിരുദ്ധമായിരിക്കരുത്. പറഞ്ഞേ, നിന്റെ വിധികൾ നീതിവിരുദ്ധമായിരിക്കരുത്. നീ പക്ഷപാതം കാട്ടുകയോ കൈക്കൂലി വാങ്ങുകയോ അരുത്. അപ്പം ദൈവത്തിൻ്റെ ഒരു നീതിയാണല്ല നമ്മുടെ ലോകത്ത് നിറവേറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലേ? അതിനകത്ത് പക്ഷപാതം ഇല്ല. ദൈവത്തിൻ്റെ ഒരു നീതിയാണ് നമ്മൾ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും നിറവേറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അതിനകത്ത് പക്ഷപാതം ഇല്ല. പക്ഷേ റബേക്കയ്ക്ക് ഒരു പക്ഷപാതം ഉണ്ട്. ആരോടാണ്? യാക്കോബ്. റബേക്കയുടെ പക്ഷപാതമാണ് ഈ ഇളയ മകൻ നാടുവിടേണ്ടി വന്നത് കാര്യം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി എടുത്തവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പക്ഷപാതം ദൈവത്തിൻ്റെ മനസ്സിന് യോജിക്കുന്നതല്ല. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ. അപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് യേശാവ് രോമാവൃതമുള്ള മനുഷ്യനാണ്. മുട്ടാണ്ടനെ പോലെ കുറേ രോമമുള്ള ആളാണ്. യേശാവിൻ്റെ രോമക്കുപ്പായം അവിടെ കിടപ്പുണ്ടായിരുന്നു. അതെടുത്ത് ഇവർ യാക്കോബിനെ ധരിപ്പിച്ച് കെട്ടിയൊക്കെ വെച്ച്, എന്നിട്ട് ആലയിൽ പോയി ഒരു ആടിനെ എടുത്ത് പാസ്സാക്കി അപ്പമൊക്കെ ഇട്ട് കൊണ്ടുവന്ന് യാക്കോബ് കൊണ്ടുവന്ന് അപ്പന് കൊടുത്ത്. അപ്പൻ ചോദിക്കുന്നുണ്ട്, കണ്ണു കാണാൻ പാടെങ്കിൽ ചോദിക്കുന്നുണ്ട്, ആരാണത്? അപ്പൻ്റെ മകൻ യേശാവാണ്. അപ്പോൾ ഉടനെ നീ ഇങ്ങനെ അടുത്ത് വരാൻ പറയും. കണ്ണു കാണാൻ പാടില്ല. അടുത്ത് വന്നിട്ട് ഉടനെ ഈ യാക്കോബ് പറയുന്ന ഇസഹാക്ക് പറയുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഭയങ്കര സംഭവമാണ്. കർത്താവിൻ്റെ വയലിൻ്റെ മണം, അത് നമ്മൾ കണ്ണ് നിറഞ്ഞു പോകും. ദൈവസ്നേഹമുള്ളവർ, കർത്താവിൻ്റെ വയലിൻ്റെ മണമെന്ന്. അപ്പോൾ ഈ ദൈവമായിട്ട് എന്തൊരു ബന്ധമാണ് ആ മനുഷ്യന്. വയലിൻ്റെ മണമെന്ന് പറഞ്ഞാൽ പോരെ, അല്ലേ? യേശാവിനെ ആണെന്ന് വിചാരിച്ചുകൊണ്ട് യാക്കോബിനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ അന്തർഗതം എന്താണ്? കർത്താവിൻ്റെ വയലിൻ്റെ മണം. കർത്താവിൻ്റെ വയലിൻ്റെ മണം. കർത്താവിൻ്റെ വയലിൻ്റെ മണമെന്ന് പറഞ്ഞ കാര്യം വയലിൻ്റെ മണമെന്ന് പറഞ്ഞാൽ പോരെ. ഇതാണ് ആധ്യാത്മികത എന്ന് പറയണത്. എന്ത് കിട്ടിയാലും കർത്താവിൻ്റെ കൂടി ചേർത്ത് പറയും. വൈഫായാലും മക്കളായാലും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റായാലും കിട്ടുമ്പോൾ ഞാൻ അധ്വാനിച്ച് ഞാൻ രാത്രി വരെ ഉറക്കം നിന്ന് വാങ്ങിച്ചൊന്നുമില്ല. കർത്താവ് തന്ന മാർക്ക് ലിസ്റ്റ് പ്രാർത്ഥിച്ച്, കർത്താവേ ദൈവമേ, എന്ത് കിട്ടിയാലും നിന്നെ ഓർത്ത് ഇസഹാക്കിനെ പോലെ നിന്റെ പേര് കൂട്ടി പറയാൻ എന്നെ എളിമപ്പെടുത്തി നിന്റെ സ്വന്തമാക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയമുള്ളവരെ, അപ്പോൾ അതൊരു ആധ്യാത്മികതയുടെ ഒരു ആന്തരിക ബന്ധത്തിൻ്റെ ഒരു സൂചനയാണ്, ആത്മബന്ധത്തിൻ്റെ ഒരു സൂചനയാണ്. എന്ത് കിട്ടിയാലും കർത്താവിനെയും ചേർത്ത് പറയുന്നത്. പക്ഷേ അവസാനം യാക്കോബ് പറ്റിച്ച് അപ്പനെ, കണ്ണു കാണാൻ പാടില്ലാത്ത അപ്പനെ പറ്റിച്ചു. ഈ അപ്പന്മാരൊക്കെ പറ്റിച്ച അവളെ കുഴപ്പം എന്താണെന്നറിയാം? കുഴപ്പം വർഷങ്ങളിൽ ഈ ദൈവം വാക്ക് പാലിക്കുന്ന പോലെ തന്നെയാണ്. ദൈവം 1000 തലമുറ വരെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞില്ലേ? അത് തന്നെയാണ്. നമ്മൾ വല്ല തരികിടയും കാണിച്ചാൽ 1000 കൊല്ലം വരെ അത് ഓർത്തിരിക്കുകയും ചെയ്യും. വെറുതെ എന്തിനാ പണി പിടിക്കണേ? ഈ യാക്കോബ് യേശാവിൻ്റെ അനുഗ്രഹമല്ല അടിച്ചു മാറ്റിയത്, അത് കാപട്യമല്ലേ കാണിച്ചത്? എത്ര കൊല്ലം കഴിഞ്ഞാണ് പിന്നെ ഈശോ വന്നത്? ഈശോ വരുമ്പോൾ നഥാനിയനെ കാണുമ്പോൾ എന്താ പറയണത്? ലുക്ക യോഹന്നാൻ 1:47. ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 1:47. നഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് പറഞ്ഞേ, നാഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അടി വരുന്ന വഴി കണ്ട, പണി വരുന്ന വഴി കണ്ട. എത്രയോ വർഷം കഴിഞ്ഞിട്ട് നഥാനിയനെ കാണുമ്പോൾ ഈശോ പറയുകയാണ്, ഇതാ ഒരു ട്രൂ ഇസ്രായേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവുമില്ല. എന്ന് വെച്ചാൽ എന്താണ്? പഴയ യാക്കോബ്, പഴയ ഇസ്രായേൽ കാപട്യം പിടിച്ചവനായിരുന്നെന്ന്.
ദൈവം മറക്കാത്ത കണ്ട, ക്ലിയർ അല്ലേ? ദൈവം മറക്കണില്ല എന്നുള്ളത് ആണ് വിഷയം. ഇത് വിശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങളിപ്പോൾ പഴയ കാലങ്ങളിൽ ഞാൻ കുമ്പസാരിക്കാതെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ അടിച്ചു കയറ്റി കൊടുക്കുക കമ്പ്യൂട്ടർ വല്ല കഥയുണ്ടാ. പണ്ടത്തെ കാര്യമൊക്കെ ഒന്ന് ഓർക്കണേ. ദൈവത്തിൻ്റെ ഓർമ്മയെന്ന് പോലും എടുത്തു കളയാൻ പറ്റുന്ന രീതിയിൽ ആത്മാവിലെ അനുതാപത്തിൻ്റെ കണ്ണുനീര് തരാൻ പ്രാർത്ഥിക്കുക. പഴയകാല പാപങ്ങളാണെങ്കിലും വൃത്തുപക്ഷിക്കാതിരിക്കുകയോ ഏറ്റുപറയാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അടുത്ത കുമ്പസാരത്തിൽ എൻ്റെ സഹോദരങ്ങൾ അത് ഏറ്റുപറയണം. അപ്പം നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ വി ആർ നോട്ട് കാത്തലിക്സ്, ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, മനസ്സാക്ഷി എടുത്തേ, നിയമം നൽകപ്പെടാതിരിക്കെ മനസ്സാക്ഷി തന്നെയാണ് അവർക്ക് ദൈവത്തിൻ്റെ സ്വരമെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സാക്ഷി ദൈവത്തിൻ്റെ വചനം നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് കർത്താവിൻ്റെ വെളിപ്പാട്, വചനത്തിൻ്റെ വെളിപ്പാട്. അതനുസരിച്ച് കഴിഞ്ഞ കാല പാപങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് അനുതാപം ഉണ്ടാകണം. ഉടമ്പടി എല്ലാവരും എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം, ഇപ്പോൾ ഉടമ്പടിയിൽ ഇപ്പോൾ തന്നെ ഇന്നലെ ഒരു ഡോക്ടർ സാക്ഷി വിട്ടിട്ടില്ലേ, ഗവൺമെൻറ് സർവീസിലുള്ളൊരു ഡോക്ടർ സാക്ഷി വിട്ടിട്ടുണ്ട്. സാക്ഷ്യവിശേഷം ഞാൻ പറയുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. പക്ഷേ അവർ എന്താ പറയണത്, അവരതിൽ അവരുടെ വിശ്വാസം വിശുദ്ധി ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അവിടെ ജീവിതത്തിൻ്റെ എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട്. അതുപോലെ അതാണ് ഉടമ്പടിയിൽ നിങ്ങളെ പണ്ട് ഒരു അബോർഷൻ സംഭവിച്ച ആളാണെന്ന് വിചാരിച്ചോ, അത് പണ്ടത്തെ കാര്യമല്ലേ, അപ്പോൾ അത്രേ ഓർത്തില്ല. നിങ്ങൾ എഴുതി തള്ളണ്ട, ദൈവം എഴുതി തള്ളിയാൽ മതി, സ്വന്തമായിട്ട് എഴുതി തള്ളാൻ നിൽക്കണ്ട ഇല്ലേ. സ്വന്തമായിട്ട് നമുക്ക് എഴുതാൻ തള്ളാൻ പറ്റുമോ? ഇല്ല, നമുക്ക് അനുദപിക്കാൻ പറ്റും. ബേബി കുര്യൻ്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേബി കുര്യൻ എന്താ ചെയ്തിരിക്കുന്നത്, കഴിഞ്ഞകാല പാപങ്ങളെ ഓർത്ത് അനുദപിക്കുകയും ശിഷ്ടജീവിതം അയാൾ കർത്താവിൻ്റെ വചനത്തിന് അനുപേക്ഷണമായിട്ട് പുനഃക്രമീകരിക്കുകയും ചെയ്തുകൊണ്ട് സത്യസന്ധമായിട്ട് ഉടമ്പടി മുന്നേറ്റം നടത്തുകയാണ്. എന്ത് ചെയ്യും? ഇങ്ങനെ നമ്മൾ സത്യസന്ധമായിട്ട് നഷ്ടം വന്നാലും ശരി, സത്യസന്ധമായിട്ട് ദൈവത്തിൻ്റെ വാക്ക് പാലിച്ച് ആ ഉടമ്പടി പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെ നമുക്ക് സഹായം വരുമെന്ന് ഒരു പിടിയില്ല. എന്താ കാര്യം കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ മനുഷ്യൻ ഇതുപോലെ ഒരു ഉടമ്പടി ആരാധന കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉടമ്പടി ആരാധനയെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിതുപോലെ സാക്ഷ്യവിചാരണ എല്ലാ സമയത്തും നടത്തുമല്ലോ. എനിക്ക് അഭിഷേകമുള്ള സാക്ഷ്യങ്ങളെ നമുക്ക് അറിവുള്ള സാക്ഷ്യങ്ങളുണ്ടാകും, അഭിഷേകമുള്ള സാക്ഷ്യങ്ങളുണ്ടാകും. അപ്പോൾ അഭിഷേകമുള്ള സാക്ഷ്യങ്ങൾ എന്നെ തോണ്ടും. ഈ കുഞ്ഞുങ്ങൾ അമ്മയെ തോണ്ടുന്ന പോലെ തോണ്ടും ഇങ്ങനെ വന്ന്. അപ്പോൾ അഭിഷേകമുള്ള സാക്ഷ്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അഭിഷേകമുള്ള സാക്ഷ്യങ്ങൾ ഞാൻ വീണ്ടും എടുത്ത് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി ഞാൻ റീസെറ്റ് ചെയ്ത് തരും. അപ്പോൾ യോഗ്യൻ്റെ സാക്ഷ്യം, ഇയാൾ സ്വന്തമായിട്ട് ഉടമ്പടി എടുത്ത് കർത്താവിൻ്റെ വചനത്തിന് അനുപേക്ഷമായിട്ട് ജീവിതം പുനഃക്രമീകരിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം ഓൺലൈനിലായി. ഇപ്പോൾ യാക്കോബിൻ്റെ പ്രശ്നം എന്താണ്, ദൈവം ഓൺലൈനിലായിട്ട് പുള്ളിക്ക് അറിയാൻ പറ്റില്ല. അതല്ലേ അയാൾ പറയണത് 28:16-17 ഒന്ന് പറഞ്ഞേ, വായിച്ചേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഉൽപ്പത്തി 28:16. അവൻ പറഞ്ഞു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാൻ അതറിഞ്ഞില്ല. അതാണ് പ്രശ്നം. രണ്ട് കേസായി മാറുകയാണ്. കർത്താവ് ഉണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ടു മീ, ഇറ്റ് ഈസ് നോട്ട് എക്സ്പീരിയൻസ്ഡ് മീ. കർത്താവ് ഉണ്ട്, എൻ്റെ കുടുംബത്തിലുണ്ട്, പക്ഷെ ഞാനത് അറിയുന്നില്ല. അതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് അറിയാത്തത്? കയ്യിരിപ്പ് കൊണ്ടാണേ. അയാൾ ആ അപ്പനെയും പറ്റിച്ചു, ചേട്ടൻ്റെ സ്വത്ത് അടിച്ചു മാറ്റി. അല്ല, ഇയാൾ അവിടെ നിന്ന് ഓടാൻ കാര്യം എന്താ? എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അപ്പനോട് യേശാവ് കെഞ്ചനുണ്ട്, അപ്പാ ഒരു വരം പോലും ഇല്ല അപ്പാ ചോദിക്കുന്നുണ്ട്. അപ്പനൊന്നുമില്ല, എല്ലാം കൊണ്ടുപോയെന്ന്. അപ്പോൾ ഇവരങ്ങനെ ചിരിക്കും, ഇങ്ങനെ അട്ടഹസിച്ച്. അത് സാറാ കേൾക്കും, അല്ല റബേക്ക കേൾക്കും. അപ്പാന്ന് ചോദിച്ചിട്ട് അവൻ കണ്ണീരടിച്ച് ചോദിക്കണം, അപ്പാ ഒരു വരം പോലും ഇല്ല എന്ന് ചോദിക്കും. അപ്പോൾ ഇസാക്ക് പറയും, ഒരു വരം പോലും ഇല്ല മോനെ, എല്ലാം അവൻ കൊണ്ടുപോയെന്ന് പറയും. അപ്പോൾ കരച്ചിൽ മാറ്റിയിട്ട് ഇവൻ അട്ടഹസിക്കും, എന്നിട്ട് ഇവൻ ചിരിക്കും. ആര് ചിരിക്കും? യേശാവ് ചിരിക്കും. യേശാവിൻ്റെ ചിരി റബേക്ക കേൾക്കും. എന്താ അവൻ ചിരിക്കാൻ കാര്യം? അവനെ കൊല്ലാമെന്ന് ഓർത്തവൻ സന്തോഷമായിരുന്നു. മനസ്സിലായില്ലേ? അവനെ ഒരു വരം പോലും ഇല്ലാതെ എന്നെ പറ്റിച്ചവനെ ഇന്ന് വൈകുന്നേരത്തോട് ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് അവൻ ചിരിക്കണത്. കാര്യങ്ങൾ ബൈബിളിൻ്റെ പോക്ക് കണ്ടാ. ഇത് കേട്ടപ്പോൾ തന്നെ റബേക്ക കൈയോടെ യാക്കോബിനോട് പറഞ്ഞു, മകനെ ജീവനം കൊണ്ട് പൊയ്ക്കോ, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, പറയാം കൊന്നുകളെന്ന് പറയും, ഇന്ന് രാത്രി നിനക്ക് തട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഓടിപ്പോണ പാർട്ടിയാണ്.
അപ്പനെയും പറ്റിച്ച് ചേട്ടനെയും പറ്റിച്ച് വീട്ടിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ ഓടിപ്പോകുന്നുണ്ടെങ്കിലും ദൈവം ഇവൻ്റെ കൂടെ പോകുന്നുണ്ട്. ദൈവത്തിലെ നീ ഓർക്കുക, നീ അശുദ്ധനായിരുന്നാലും അശുദ്ധിയായിരുന്നാലും നിൻ്റെ ദൈവം നിന്നെ കൈവിടാത്ത, നിൻ്റെ കൂടെ വരണ ഏത് സാഹചര്യത്തിലും നിന്നെ രക്ഷിക്കാനൊരു പഴുത് കണ്ടാൽ നിന്നെ കോരിയെടുക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ കൈയടിച്ചുകൊണ്ട് ശ്രുതികട ലലിയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. എൻ്റെ മക്കളെ, ദൈവത്തോട് സ്നേഹം ഇതുപോലെ കൂടിയാൽ തന്നെ യു വിൽ ബി ബ്ലെസ്ഡ്. നമുക്ക് ബ്ലെസ്സിങ്സിൻ്റെ ഫോർമുല എന്താ? അല്ലെങ്കിൽ നമ്മൾ അനുഗ്രഹത്തിൻ്റെ ഫോർമുല എന്താ? എന്ത് ലഭിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം കിട്ടണത്? എന്ത് കൂടുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം കിട്ടണത്, അല്ലെങ്കിൽ കൃപ കിട്ടണത്? ഇറ്റ് ഈസ് ലവ് ഓഫ് ഗോഡ്, മച്ച് മോർ ദാൻ ദാറ്റ്. പിന്നെ എന്താ ഉള്ളത്? ഫെയ്ത്ത് ഓഫ് ഗോഡ്. 1 തിമോത്തി 1:14. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. 1 തിമോത്തി 1:14. കർത്താവിന്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. ഇതാണ് 1 തിമോത്തി 1:14. ഒന്നിനെ പറഞ്ഞേ, കർത്താവിന്റെ കൃപ അവിടുത്തോടുള്ള സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. അപ്പൊ ദൈവാന്റെ അനുഗ്രഹം വരുന്ന വഴി എന്താണ്? ദൈവസ്നേഹം തന്നെയാണ്, അല്ലേ? ദൈവസ്നേഹം തന്നെയാണ്. അതുകൊണ്ട് അത് ആ ഫോർമാറ്റ് മാറത്തില്ലേ? ഇപ്പോൾ 13:35. അതുപോലെ അവൻ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. 14:23. 14:23. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇതാണ് സാന്നിധ്യം. ഉടമ്പടിയുടെ പക്ക ഫോർമാറ്റ് എന്താണ്? അതായത് 14:23 എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പാലിക്കും. അപ്പോൾ ഞങ്ങൾ അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമർപ്പിക്കുകയും ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ വചനം നിറവേറ്റുകയാണ് ഉടമ്പടി ചെയ്യണത്. അപ്പൊ ദൈവത്തിന്റെ വചനം നിറവേറ്റണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ദൈവത്തോടുള്ള സ്നേഹം വേണം. ആ ദൈവത്തോടുള്ള സ്നേഹത്താൽ ദൈവത്തിന്റെ വചനം നിറവേറ്റി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? നെക്സ്റ്റ് ഇഫക്റ്റ് എന്താണ്? ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കും. പക്ഷേ ഈ വാസമുറപ്പിക്കുമ്പോൾ എന്താ കുഴപ്പം? ഉൽപ്പത്തിയിൽ എന്താ പറയണത്? 28:16 കർത്താവിൻ്റെ സ്ഥലമാണിത്, കർത്താവ് ഇവിടെ ഉണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് നോൺ ടു മീ. എനിക്കത് മനസ്സിലായില്ല. പാപത്തിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ? പാപാവസ്ഥയിലാണെങ്കിൽ ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകണം നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ കുമ്പസാരിക്കണമെന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം, പാപം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. മനസ്സിലായില്ലേ? കർത്താവ് ഉണ്ടായാൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം? നമുക്കത് അനുഭവവേദ്യമാകണം. കാര്യം ഉടമ്പടിയാണ് പ്രസൻസിൻ്റെ. ഇപ്പം ഒരു സാക്ഷ്യം ഉണ്ടായില്ലേ, അലീഷയുടെ സാക്ഷ്യം. അലീഷയുടെ പ്രശ്നം എന്താ? അലീഷയ്ക്ക് തലകുത്തി മറിഞ്ഞിട്ട് പോലും അവൾക്ക് വിസ പ്രോസസ്സിങ് നടക്കണില്ല. അപ്പോൾ അപ്പനും അമ്മയും എല്ലാവരും ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഒരു വീട്ടിൽ ഒരാൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആദ്യം അപ്പനും അമ്മയാണ് എടുത്തെന്ന് തോന്നുന്നത്. അതിനുശേഷം അലീഷ ഒരു പ്രൈവറ്റ് വിഷയം അവളുടേതായിട്ട് മാത്രം വന്നപ്പോൾ അവളും കൂടി ഉടമ്പെടുത്തിട്ട് ഇവർ ഉടമ്പടി ടൈറ്റായിട്ട് പ്രാർത്ഥനയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സുവിശേഷം അറിയാത്ത അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണമില്ലാത്ത ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രമില്ലാത്ത വസ്ത്രം കൊടുക്കുന്നുണ്ട്. എല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അലീഷ ഈശോയോട് അമ്മയോട് പറയും, അമ്മേ, അമ്മ ഉടമ്പടി അമ്മ തന്നെ പോകണം, സഞ്ചാരി മാതാവാണ്, അമ്മ തന്നെ പോയി എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്യണം. അമ്മ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ എനിക്കിവിടെ കാനഡയിൽ അമ്മ എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ എനിക്കിവിടെ ഇരുന്ന് അറിയണം. അതാണ് പ്രശ്നം. അപ്പോൾ ഉടനെ ഇവളിപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ പെട്ടെന്ന് വിളിച്ച് പറയും, അമ്മയോട് പറയും, എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത്. അപ്പോൾ പറഞ്ഞ്, നിനക്കെങ്ങനെ അറിയാം? മുല്ലപ്പൂവിൻ്റെ മണം വന്നെന്ന്. അതാണ് വിഷയം. മനസ്സിലായില്ലേ? എനിക്ക് സൈൻ തന്നിട്ടുണ്ട്, ഇപ്പോൾ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അമ്മ എൻ്റെ വിസ ഞാൻ പറഞ്ഞ പോലെ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ വിത്തിൻ നോ ടൈം ആ സ്റ്റാമ്പ് ചെയ്ത വിസ അവർക്ക് കിട്ടും. ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 കൂടെ സഞ്ചരിക്കുന്ന പരിശുദ്ധാത്മയുടെ ആ വലിയ സാമീപ്യത്തിനും ഇത് ആത്മബന്ധത്തിൻ്റെ ഒരു വലിയ അനിർവചനീയമായ ഒരു അനുഭവ ലോകമാണ്. ബുദ്ധി കൊണ്ട് മാത്രം പദാർത്ഥങ്ങളെ കാര്യങ്ങളെ സമീപിക്കുന്നവർക്ക് ഇതിൻ്റെ ABCD അറിയാൻ പറ്റത്തില്ല. ഈ വിശ്വാസത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത് വല്ലാത്ത സാധ്യതയാണ്. അതല്ലേ 1 തിമോത്തി 1:14 വായിച്ചത്? കർത്താവിനോടുള്ള സ്നേഹത്തോടും പറഞ്ഞേ, കർത്താവിനോടുള്ള സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പം ദൈവകൃപ എന്നിലേക്ക് ചൊരിയുന്നു. ചൊരിയുന്നു. അപ്പോൾ ദൈവത്തോട് എന്തൊരു ബന്ധമുണ്ടായിട്ടാണ് ഇങ്ങനെ ബാർഗൻ ചെയ്യുക? അമ്മ തന്നെ പോകണം, എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്യണം, അതെനിക്കിപ്പോൾ അറിയണം, എനിക്കിവിടെ വെച്ച് അറിയണമെന്ന് പറയും. അപ്പോൾ അറിയണമെന്ന് പറയാൻ വേണ്ടി മാത്രം ഇവർ തമ്മിൽ ആത്മബന്ധമുണ്ട്. ദൈവത്തോടുള്ള ബന്ധമെന്ന് പറയണത് നമ്മൾ എന്തിനാണ് രോഗികളെ പോയി കാണുന്നത്? നമ്മൾ എന്തിനാണ് പാവപ്പെട്ടവർക്ക് നമ്മുടെ നല്ല വസ്ത്രങ്ങളൊക്കെ നമ്മൾ പങ്കുവെക്കുന്നത്? എന്തുകൊണ്ടാണ് സഹായിക്കാൻ പറ്റുന്ന മേഖലയെല്ലാം സഹായിക്കുന്നത്? ഓൺലി വൺ ബേസിസ്. എന്താണ്? ഈ 14:23 യോഹന്നാന്റെ സുവിശേഷം. റീഡ് ഇറ്റ് അഗൈൻ. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്നവൻ പറഞ്ഞ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇപ്പം ഇങ്ങനെ വരുമ്പോഴേ, ഇപ്പോൾ ഒരു നമ്മൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി സത്യസന്ധത പുലർത്തി ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തിന് വേണ്ടി ജീവിച്ചു ഒക്കെ വരുമ്പോഴേ ദൈവം എന്താ? ദൈവത്തിൻ്റെ രീതി എന്താ? ദൈവം വിശ്വസ്തനല്ലേ? നമ്മൾ 7:9 വായിച്ചില്ലേ നിയമാവർത്തനം? എത്ര കാലം കഴിഞ്ഞാലും ദൈവം വചനം പാലിക്കുന്നവരോട് ദൈവം വിശ്വസ്തനായിരിക്കും. അപ്പോൾ ഈ ബേബി കുര്യൻ്റെ വിഷയമല്ലേ നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കണേ. ഇപ്പോഴേ ബേബി കുര്യൻ്റെ പ്രോബ്ലം എന്താണ്? ഒരു കോടി 10 ലക്ഷം രൂപ കടവാണ്. കടക്കാരെ കുരളിക്ക് പിടിച്ചിരിക്കുക. കുരളിയൻ തന്നെയല്ലേ നിങ്ങളൊക്കെ പറയണത്? ആലപ്പുഴ ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേറെ വല്ല അവനോട് വിചാരിക്കുക. അതായത് കഴുത്തിന് പിടിച്ചിരിക്കുക, അനങ്ങാൻ പാടില്ല, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. കടവാണേ, കളിയല്ലേ. കച്ചവടമാണെങ്കിൽ കൂപ്പ് കുത്തിയിരിക്കുകയാണ്, 0 വരുമാനമാണ്. ഒരു മനുഷ്യൻ്റെ അവസ്ഥ നോക്കിയേ. പക്ഷേ വേവിക്കുര്യൻ കൃത്യമാണ്. രണ്ടാമത് താൻ തന്നെ ഉടമ്പടി എടുത്തിരിക്കുകയാണ്. വൈഫിൻ്റെ ഉടമ്പടിയിൽ തനിക്ക് പങ്കെടുക്കാൻ വേണ്ട വിധം പങ്കെടുക്കാൻ പറ്റാത്ത കാരണം പുള്ളിക്കാരൻ ഉടമ്പടി എടുത്തപ്പോഴെന്നാ പറ്റി? സാന്നിധ്യം വരാൻ പറ്റി. സാന്നിധ്യം മുല്ലപ്പ് മാത്രമല്ലേ. എനിത്തിങ് ക്യാൻ ബി എ മീഡിയം ഓഫ് ദി പ്രസൻസ് ഫോർ ദോസ് ടു ടേക്ക് കവനന്റ് പ്രയർ. നിങ്ങൾക്ക് ദൈവം ഏതെങ്കിലും വിധത്തിലൊക്കെ, ഇപ്പം നമുക്കറിയാമല്ലോ മർക്കോസിൻ്റെ സുവിശേഷം 16:12 വായിച്ചല്ലോ. ശ്രുതിയുടെ 16:12 മർക്കോസ് സുവിശേഷം. ശ്രുതിയുടെ ഹല്ലേലൂയ 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 യേശുവേ യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മർക്കോസ് 16:12. ഇതിനുശേഷം അവരിൽ രണ്ടുപേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അമ്മ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ഈ സിൽവർ ഗ്രേയില് നിന്ന് അത് വിമല ഹൃദയമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. സഭയ്ക്ക് അത് വെക്കാനേ നമുക്ക് ഔദ്യോഗികമായിട്ട് അനുവാദമുള്ളൂ. പക്ഷേ അമ്മ ഇങ്ങനെയല്ല പ്രത്യക്ഷപ്പെട്ടെന്ന് അറിയാം. അമ്മ എന്താണ് സമയക്കടിക്കാരെന്ന് വെച്ചാൽ അത് 10:8 സൂചി കാണിച്ചാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതാണ് അവിടെ ഒരു മോഡൽ വെച്ചിരിക്കുന്നത്. അവിടെ പോയി ഒന്നും പ്രാർത്ഥിക്കരുത് കേട്ടോ. അത് പ്രാർത്ഥിക്കുന്നത് സഭയുടെ അനുവാദം വേണം. സഭ അനുവദിച്ച് കഴിയുമ്പോൾ ആൾത്തറയിലേക്ക് അത് മാറ്റും. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അനുവദനീയമായ വണക്കമായിട്ട് വെച്ചിരിക്കുന്ന തിരുസ്വരൂപം വിമല ഹൃദയമാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ മാറ്റങ്ങളൊന്നുമില്ല. സഭയുടെ ഔദ്യോഗിക അംഗീകാരം മെത്രാനാഴ്ച വന്ന് വ്യഞ്ചരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഈ ഇപ്പം എന്താ നമ്മൾ വായിച്ചു കേട്ടത്? എന്താ 6:12 മർക്കോസിൻ്റെ സുവിശേഷം അല്ലേ? എന്താണ് ഈ 16:12 മർക്കോസിൻ്റെ സുവിശേഷം എന്താ പറയണത്? അവർ ഇതിന് ശേഷം അവർ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റി? ഈ ഗ്രാമത്തിലേക്ക് പോകുന്ന ആൾക്കാരുടെ അവസ്ഥ അറിയാമല്ലോ. അവർ ലൂക്കാൻ്റെ സുവിശേഷം പറയുന്നുണ്ട് കൃത്യമായിട്ട്. ഇവർ മ്ലാനവദനരായിട്ടാണ് പോണത്. കാര്യം ദുഃഖവെള്ളിയാഴ്ചയും കഴിഞ്ഞ് വലിയ ശനിയാഴ്ച വൈകുന്നേരമായിട്ട് കക്ഷിയുടെ പോണത്. അപ്പോൾ അതിൻ്റെ അവരുടെ മാനസികാവസ്ഥ അറിയാമല്ലോ. ക്ലയോഫസും പാർട്ടിയാണ് ഈ പോണത്. പക്ഷേ ബൈബിൾ എന്താ പറയണത്? പ്രത്യക്ഷപ്പെടേണ്ട വേറൊരു മോഡ് ഓഫ് അപ്പാരിഷനാണ് പറയണത്. 16:12 ഇതിന് ശേഷം അവർ രണ്ടുപേർ ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ അവൻ വേറൊരു രൂപത്തിൽ. ദാറ്റ്സ് മൈ പോയിൻറ്റ്. ദൈവത്തിൻ്റെ പ്രസൻസ് നിനക്ക് ഏത് രൂപത്തിലും അനുഭവിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? മുല്ലപ്പൂ പ്രസൻസിൻ്റെ ഒരു അടയാളമാണ്. പലർക്കും അത് ഇപ്പോൾ ഒരു ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഇപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ബേബി കുര്യൻ അനുഭവം അതല്ല. ബേബി കുര്യന് ദൈവാനുഭവം ഉണ്ടാകണത് പുള്ളിക്കാരൻ ഈ ആരാധന കേട്ടോണ്ടിരിക്കും. ഏത് ആരാധന? ഉടമ്പടി എടുത്തല്ല പുള്ളി. അപ്പോൾ ഉടമ്പടി ആരാധന ഇങ്ങനെ വെളിപാടിങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ.
ഞാനീ പഠിച്ച കാര്യങ്ങളല്ലോ നിങ്ങൾ പറയണത്. ഇവിടെ വെച്ച് ഈശോ ഇത് ലൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. പലപ്പോഴും ഞാൻ എൻ്റെ ധ്യാന ചിന്തകൾക്കൊപ്പമല്ല ഞാൻ സഞ്ചരിക്കുന്നത്. കർത്താവിൻ്റെ ഇടയ്ക്ക് കുറേ സമയത്ത് വഴി ഇങ്ങനെ തിരിച്ച് വിടുന്നുണ്ട്. ട്രാഫിക് നല്ല രസമാണ് ഈ ഉടമ്പടി ധ്യാനം. അപ്പോൾ ബേബിക്കുരിൻ്റെ പ്രശ്നം എന്താണ്? ബേബിക്കുരിന് ഒരു ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉടമ്പടി എടുത്ത ആൾക്കാരെല്ലാവരും ഉടമ്പടി ധ്യാനം മസ്റ്റായിട്ട് കൂടണം. കാര്യം ഉടമ്പടിയെക്കുറിച്ച് അറിയണതും ദൈവം സംസാരിക്കണമെല്ലാം ഈ ആരാധന സമയത്ത്. ഈ ആരാധന പുള്ളിക്കാരൻ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സംസാരത്തിൽ നിന്ന് ഒരു സാക്ഷ്യം ഞാൻ വിചാരണ ചെയ്യണത് അദ്ദേഹം കേട്ട് അദ്ദേഹത്തിന് അതൊരു മറ്റൊരു രൂപത്തിൽ ദൈവത്തിൻ്റെ വെളിപാടായി മാറി. എന്താണ്? ഒരു മകളോട് അവൾ അച്ഛനെ കാണാൻ വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ റീ എക്സാം ചെയ്യേണ്ട, റീ വാല്യുവേഷന് കൊടുക്കാൻ പറഞ്ഞു. അതാണ് വിഷയം. അവൾ റീ എക്സാം തോറ്റു വന്നിരിക്കുകയാണത്. തോറ്റു വന്നപ്പോഴും അവൾക്ക് റീ വാല്യുവേഷൻ കൊടുത്ത ഒരു സ്കോപ്പില്ല, അവൾക്കറിയാം. അതുകൊണ്ട് രണ്ടാമത്തെ എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ അവളുടെ കാലത്ത് കൈവച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്കൊന്നൊരു നോട്ടാണ് റീവാലുവേറ്റിന് കൊടുക്കാൻ പറഞ്ഞു. അച്ഛാ അത് പരീക്ഷ എഴുതണ്ട, റീവാലുവേഷൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ റീവാലുവേഷൻ കൊടുത്തപ്പോൾ അവർ 20 മാർക്ക് കിട്ടി കൂടുതൽ. അപ്പോൾ അവൾ കവറായി, എക്സാം എഴുതാതെ കഴിഞ്ഞു. ആ സാക്ഷ്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബേബി കുര്യന് ഇത് ഈ IELTS എഴുതിയ കാര്യമാണ് ഞാൻ പറഞ്ഞെങ്കിലും പുള്ളിക്കാരന് ആ ഒരു മീഡിയത്തിലൂടെ കർത്താവ് വേറെ ഒരു മെസ്സേജ് കൊടുത്ത് വേറൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പറയത്തില്ലേ, അതുപോലെ എന്താ പറഞ്ഞിരിക്കുന്നത്? റീവാലുവേഷൻ കഴിഞ്ഞ പരീക്ഷയുടെ വീണ്ടും ഒരു പരീക്ഷ അതിലേക്ക് പോകുന്നതിന് പകരം പഴയ പരീക്ഷ തന്നെ റീവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ബേബിക്കുരിന് അതിനകത്ത് കിട്ടുന്ന മെസ്സേജ് എന്താണ്? പണ്ട് സ്ഥലം കാണാൻ വന്ന കക്ഷിയില്ലേ, വേണ്ടെന്ന് പറഞ്ഞു പോയവരാ, അവരൊന്ന് വിളിക്കാൻ നോക്കി. അതാണ് വേറൊരു രൂപം. ദൈവം ശ്രദ്ധയോടുകൂടി വേണം ദൈവത്തെ ഇവിടെ സഞ്ചരിക്കാൻ. എങ്ങനെയും നിന്നെ ഹെൽപ്പ് ചെയ്യും, നീ അറിയണം. നീ ഇങ്ങനെ ചുമ്മാ ഒരു ഇൻഫർമേഷന് വേണ്ടി ഇതൊക്കെ കാണുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നിനക്ക് കൃത്യമായ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ബോധത്തിൽ ബേബിക്കുരെന്ന് പറഞ്ഞാൽ റീവാലുവേഷന് കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ സ്ഥലം നോക്കാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ടല്ലോ, 10 പേരാ മറ്റേ വന്ന് പോയതാണല്ലോ, ഒരാളെ വിളിച്ച് നോക്കുക. അല്ല വേണ്ടെന്നാണ് പറഞ്ഞത്. എന്നാലും ഒന്ന് റീവാലുവേഷൻ ഇപ്പോൾ അച്ഛൻ പറഞ്ഞല്ല. അപ്പോൾ ഈശോ എനിക്ക് അയാൾക്ക് കൊടുത്ത വേറൊരു രൂപമാണ്, ദൈവസന്ദേശത്തിൻ്റെ വേറൊരു രൂപം. അയാൾ വേണ്ടെന്ന് പറഞ്ഞു പോയ കക്ഷിയെ വീണ്ടും ഇയാളെ കറക്കി മൊബൈൽ വിളിക്കും. അപ്പോൾ അയാൾ ചോദിക്കും എന്താ വിളിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞ് സ്ഥലത്തിൻ്റെ കാര്യം പറയാൻ. വിറ്റില്ലേ? അത് വിറ്റില്ല ചേട്ടാ, ഞാൻ കടത്തിലാണെന്ന് പറഞ്ഞു. വലിയൊരു സ്ഥലം എടുക്കാൻ പോണവർ നമ്മൾ കടത്തിലാണെന്ന് പറയുക. പിന്നെ അവർ ഇട്ടുപിടിക്കല്ലേ ഉള്ളൂ. എന്താ ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു. ചേട്ടാ ഒരു 10 ലക്ഷം രൂപ കിട്ടിയാൽ നിൽക്കാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ അയാളെടുത്ത് വായിക്കാൻ പറയും, കുഴപ്പമില്ല 2 ദിവസം കഴിയുമ്പോൾ എന്നെ വിളിക്കാൻ പറയും. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വൈഫും എടുത്തുകൊണ്ട് ഡബിൾ ഉടമ്പടി നിൽക്കുകയല്ലേ. വൈഫിനോട് പറയാം, വൈഫും ഇയാളും വേറെ മാർഗ്ഗമില്ലല്ലോ, ഈ കാശുരം ഞെക്കിപ്പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കർത്താവിൻ്റെ കയ്യിൽ പിടിക്കണ പോലെ അല്ല കാശുരത്തിൽ പിടിക്കുന്ന ആൾക്കാർ. അതൊരു വിശ്വാസ പ്രമാണമല്ല ആക്ടിവിറ്റി ചെയ്യണത്. നമ്മളെന്താ പറയണത്? ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നതല്ലേ പറയണേ അല്ലേ. അതിനകത്ത് ഓരോ വാക്കിനും ഭയങ്കര ഇടിവിട്ട് വിലയണേ. അത് പറഞ്ഞപ്പോൾ ഈ 2 ദിവസം കഴിയുമ്പോൾ ഈ മനുഷ്യൻ വന്ന് ഇയാളുടെ വീട്ടിൽ വന്നിട്ട് ഇവിടെ കടം മുഴുവനും അങ്ങോട്ട് ഇളച്ച് കാശ് കൊടുക്കും. ഇത് അതായത് അയാൾ പറഞ്ഞ കൺസൾട്ടേഷൻ നമ്മൾ ഞെട്ടിപ്പോകും. ഒരു മെസ്സേജ് വന്ന വഴി കണ്ടില്ലേ നിങ്ങൾ? ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം. IELTSൻ്റെ സാക്ഷ്യം കേട്ടതാണ് വിഷയമേ. അത് വേറൊരു രൂപത്തിൽ ആ മനുഷ്യൻ രക്ഷപ്പെടാനുള്ള മാർഗ്ഗമായിട്ട് പരിശുദ്ധാത്മാവ് റീമോൾഡ് ചെയ്ത് റൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദൈവത്തെ നിങ്ങളെ എങ്ങനെയും നയിക്കാൻ പറ്റും. ഇപ്പോൾ ബേബി എന്താ ഇത് ആദ്യം ചെയ്യാൻ വരുന്നേ, ചെയ്യത്തില്ല. കാര്യം ഇയാൾ വൈഫിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് പുള്ളി പഴയ കലാപരിപാടികൾ നടക്കുകയില്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് ദൈവ സാന്നിധ്യം ഉണ്ട്, പക്ഷേ അനുഭവിക്കാൻ പറ്റണില്ല. പക്ഷേ ഇയാൾ സത്യസന്ധമായിട്ട് ദൈവത്തോട് മുട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവം ആരാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. റീവാലുവേഷൻ ഒരു മെസ്സേജാണ്. അതെടുത്തിട്ട് അദ്ദേഹത്തിന് കിട്ടിയ മെസ്സേജ് എന്താണ്? വേണ്ടെന്ന് പറഞ്ഞ് പോയ ആൾക്കാരെ തിരിച്ച് വിളിക്കുക. ആ വിളിച്ചാൾ കറക്റ്റായിരുന്നു. അയാൾ വന്നിട്ട് സ്ഥലം എടുത്ത് എഗ്രിമെൻ്റ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ അയാളുടെ കടങ്ങൾക്കെല്ലാം നിവൃത്തിയാകുന്ന രീതി കാശ് കൊടുത്തു. ഇനി പ്രമാണം ചെയ്താൽ മാത്രം മതി. അപ്പോൾ പ്രമാണത്തിന് തന്നെ കടം തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും സ്പീഡായിട്ടാണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പോൾ എൻ്റെ മക്കളിത് കേൾക്കുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആകാനും സിൻസിയർ ആകാനും പ്രാർത്ഥികർത്താവ് ദൈവമേ ഉടമ്പടിയോട് കൂടുതൽ ഗൗരവത്തോടു കൂടിയും ആത്മാർത്ഥതയോടെയും ഉടമ്പടിയെ സമീപിക്കാൻ എന്നെ ആശീർവദിക്കണം. ശ്രുതികട ഹല്ലേലൂയ.